പോർക്ക് റോസ്റ്റ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല കേട്ടോ. പണ്ട് തൊട്ടേ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. ഇറച്ചി കുറേ കാലം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കേടാവാതെ സൂക്ഷിക്കേണ്ടത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഓരോ ഐറ്റമൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ. തിളച്ച എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവോള ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവോള അരിഞ്ഞിട്ട് അതിൽ ഉപ്പിട്ട് നല്ലോണം കൈകൊണ്ട് ഞെരടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി നമ്മൾ പിന്നീടാണ് ആഡ് ചെയ്യുള്ളൂ. പിന്നെ ഇറച്ചിയിൽ നല്ലോണം കഴുകി വാരിയെടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഉരുളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. 5 മിനിറ്റ് മതി കേട്ടോ. എൻ്റേത് കുറച്ചും കൂടി സമയം കൂടിപ്പോയതുകൊണ്ട് കുറച്ചധികം ഫ്രൈ ആയിപ്പോയി. പിന്നെ നമ്മൾ പൊടികളാണ് വറുത്തെടുക്കേണ്ടത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗരം മസാല, ഇതെല്ലാം നമ്മൾ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മാറ്റി വെക്കണം. പിന്നെ തെളിഞ്ഞ എണ്ണയിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഈ വറുത്ത് വെച്ച പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവോളയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ഈ കറി ഒന്ന് ബ്ലാക്ക് ആവുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റേജിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഏതൊരു പരുവമാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ. ഇനി അടിപൊളിയൊരു റെസിപ്പിയാണ്. ട്രൈ